റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ യുക്രൈന് വീണ്ടും വലിയ മിസൈൽ ആക്രമണം നേരിട്ടു. ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ റഷ്യയുടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തലസ്ഥാനമായ കീവിനെയും മറ്റു പ്രധാന പ്രദേശങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നിരവധി മിസൈലുകളും ഡ്രോണുകളും ഒരേ സമയം ഉപയോഗിച്ച ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർന്നു, ആളപായമുണ്ടായി. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമങ്ങളും യുക്രൈന് വേഗത്തിലാക്കിയിരിക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വിവരമനുസരിച്ച് കീവിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. പുലർച്ചെ നഗരമൊട്ടാകെ വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് കേട്ടത്. ആളുകൾ സുരക്ഷിതമായി ബങ്കറുകളിലേക്കും മെട്രോ സ്റ്റേഷനുകളിലേക്കും ഓടുകയായിരുന്നു. യുക്രൈന്റെ സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം റഷ്യ ആകെ 41 മിസൈലുകളാണ് രാജ്യത്തേക്ക് അയച്ചത്. ഇതോടൊപ്പം നിരവധി ഡ്രോണുകളും ഉപയോഗിച്ചു. നഗരത്തിലെ പല ഭാഗങ്ങളിലും മിസൈലുകൾ പതിച്ചതോടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി പാർപ്പിടങ്ങൾ തകർന്നു. റോഡുകൾക്കും വൈദ്യുതി സംവിധാനങ്ങൾക്കും മറ്റു പൊതു സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കീവിലെ വെസ്റ്റേൺ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. മിസൈൽ പതിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കാനും അവിടെ കുടുങ്ങിയവരെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ രക്ഷാപ്രവർത്തകർ തുടരുകയാണ്. തീപിടിച്ച കെട്ടിടങ്ങളിൽ തീ അണയ്ക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമായി നിരവധി സംഘങ്ങൾ സ്ഥലത്തെത്തി പ്രവർത്തിക്കുന്നു. നഗരമധ്യത്തിന് സമീപമുള്ള ഒരു പ്രധാന അടിപ്പാതയും ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നതായി അധികൃതർ അറിയിച്ചു. തലസ്ഥാനം മാത്രമല്ല, യുക്രൈന്റെ മറ്റ് പ്രദേശങ്ങളും ആക്രമണത്തിനിരയായി. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഖാർക്കീവ് മേഖലയിലും ശക്തമായ ആക്രമണം നടന്നു. അവിടെയുള്ള ഒരു നഗരപ്രദേശത്ത് മിസൈൽ പതിച്ചതിനെ തുടർന്ന് 3 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഗവർണർ അറിയിച്ചു. വീടുകളും മറ്റു കെട്ടിടങ്ങളും തകർന്നതോടെ നിരവധി കുടുംബങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നു. അയൽ പ്രദേശമായ സുമിയിലും റഷ്യൻ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. അവിടെയുള്ള ഒരു പുനരധിവാസ കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് യുക്രൈന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അറിയിച്ചു. ചികിത്സയും പുനരധിവാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്ന കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. സംഭവത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കൊപ്പം ഡ്രോണുകളും വ്യാപകമായി ഉപയോഗിച്ചതായി യുക്രൈൻ സൈന്യം അറിയിച്ചു. ആക്രമണത്തിനിടെ എത്തിയ 125 ഡ്രോണുകളിൽ 108 എണ്ണം വെടിവെച്ച് തകർത്തതായും സൈന്യം അവകാശപ്പെട്ടു. കൂടാതെ റഷ്യ അയച്ച 41 മിസൈലുകളിൽ 18 എണ്ണം തടഞ്ഞതായും യുക്രൈൻ അറിയിച്ചു. എന്നിരുന്നാലും ശേഷിച്ച മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചതാണ് വലിയ നാശനഷ്ടത്തിന് കാരണമായത്. യുക്രൈൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ്. പ്രത്യേകിച്ച് അമേരിക്ക നിർമ്മിച്ച പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തിന് വളരെ ആവശ്യമാണ്. ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ഈ സംവിധാനങ്ങൾ ഏറെ ഫലപ്രദമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ആവശ്യത്തിന് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലഭിക്കാത്തത് യുക്രൈന്റെ പ്രതിരോധത്തെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ യുക്രൈനിൽ തന്നെ നിർമ്മിക്കാനുള്ള ലൈസൻസിനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കരാറിൽ അമേരിക്കയുമായി ധാരണയായതായി കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചിരുന്നു. ഈ വർഷം അവസാനത്തോടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉൽപാദനം ആരംഭിക്കാമെന്നാണ് യുക്രൈന്റെ പ്രതീക്ഷ. ഇത് യാഥാർത്ഥ്യമായാൽ വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് സാധിക്കും. ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മുൻഗണനയെന്ന് സെലൻസ്കി വ്യക്തമാക്കി. കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അടിയന്തരമായി ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ സഖ്യരാജ്യങ്ങളുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തുകയും കൂടുതൽ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും വേഗം എത്തിക്കണമെന്ന് ആവശ്യവും ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റഷ്യയുടെ പുതിയ ആക്രമണം യുദ്ധം ഇനിയും അവസാനിക്കില്ല എന്ന സൂചനയാണ് നൽകുന്നത്. സാധാരണ ജനങ്ങളാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ ഏറ്റവും വലിയ ഇരകളാവുന്നത്. വീടുകളും ജീവിതോപാധികളും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും സുരക്ഷ തേടി കഴിയുകയാണ്. യുദ്ധം നീളുന്ന ഓരോ ദിവസവും മനുഷ്യരുടെ ജീവിതത്തിൽ കൂടുതൽ ദുരന്തമാണ് ഉണ്ടാകുന്നത്. കീവിനും മറ്റ് നഗരങ്ങളെയും ലക്ഷ്യമിട്ട റഷ്യയുടെ പുതിയ മിസൈൽ ആക്രമണം യുക്രൈനിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ്. ആളപായവും വൻ നാശനഷ്ടവും ഉണ്ടായ ഈ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രാധാന്യം വീണ്ടും മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണയും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും അനിവാര്യമാണെന്ന് യുക്രൈൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. യുദ്ധം അവസാനിച്ച് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആഗ്രഹമാണ് ലോകം മുഴുവൻ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.